Hello my dear മക്കളെ, വെൽക്കം ടു ദ എക്സൈറ്റിംഗ് വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. അറിയാലോ, അർജുൻ സാറാണ്. നമ്മുടെ കാലം ഒരുപാട് പുരോഗമിച്ചു കഴിഞ്ഞു. കത്തെഴുതുന്ന കാലമൊക്കെ മറഞ്ഞു പോവുകയാണ്. ഇനി ഇമെയിലിൻ്റെ യുഗമാണ് വരാൻ പോകുന്നത്. അപ്പം അടിപൊളി ഒരു ഇമെയിൽ എങ്ങനെ എഴുതി പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്ക് വാങ്ങാം എന്ന് സാറ് പഠിപ്പിച്ചു തരാം. വീഡിയോ മുഴുവൻ ഇരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യരുത്. പണ്ടൊക്കെ നമ്മൾ കത്തെഴുതാൻ പഠിക്കുന്ന സമയത്ത് അതിന് കുറേ ഫോർമാറ്റുകൾ പാലിച്ചെഴുതണമായിരുന്നു. ഇമെയിലിൻ്റെ കാര്യത്തിലും അങ്ങനെ കുറച്ച് ഫോർമാറ്റുകളും ടെംപ്ലേറ്റുകളുണ്ട്. പക്ഷേ അത് കത്തിനേക്കാൾ എളുപ്പമുള്ള കാര്യമാണ്. ആ ടെംപ്ലേറ്റാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നിരിക്കുന്നത്. ഈ ഒരു സ്റ്റൈലിൽ വേണം മക്കളെ നിങ്ങൾ ഇമെയിൽ തയ്യാറാക്കാൻ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് ഇമെയിൽ എഴുതുന്നതിൻ്റെ ഒരു രൂപം ഇങ്ങനെയാണ്. ആദ്യം ഒരു ബോക്സ് വരയ്ക്കുക, ഒരു കള്ളി വരയ്ക്കുക. എന്നിട്ട് ആ കള്ളിയുടെ അകത്ത് വേണം നിങ്ങൾ ഇതിൻ്റെ ഉത്തരം എഴുതാൻ. ഇമെയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ കള്ളി വരച്ച് അതിനകത്ത് വേണം നിങ്ങൾ എഴുതാൻ. 2, ഏറ്റവും മേലെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ആർക്കാണോ നിങ്ങൾ ഈ ഇമെയിൽ അയക്കാൻ പോകുന്നത് അയാളുടെ ഇമെയിൽ അഡ്രസ്സ് മെൻഷൻ ചെയ്യുക. റെസിപ്പിയൻസ് ഇമെയിൽ അഡ്രസ്സ്, എന്തെങ്കിലുമൊക്കെ പേര് ചെയ്തിട്ട് @gmail.com എന്നൊക്കെ എഴുതുമല്ലോ, അതാണ് അവരുടെ അതാണ് അവരുടെ ഇമെയിൽ അഡ്രസ്സ്. ഓക്കെ, അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക. നിങ്ങൾ ഇമെയിൽ അയച്ചിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. 2 ഉണ്ടാവും, അതിന് താഴെ വേറൊരു സാധനം ഉണ്ടാവും, അതാണ് സബ്ജക്റ്റ്. നിങ്ങൾ ഈ എഴുതിയിരിക്കുന്ന മെയിൻ കണ്ടൻറ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഇമെയിൽ, അത് എന്തിനെ സംബന്ധിച്ചാണ് എന്നുള്ളത് ഒറ്റ വരിയിൽ അവർക്ക് ആദ്യം തന്നെ വായിക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സബ്ജക്റ്റ് വയ്ക്കുന്നത്. സബ്ജക്റ്റും കൃത്യമായിട്ട് എഴുതുക. 2 സബ്ജക്റ്റ്. അഡ്രസ്സിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല, ആരാ അയക്കുന്നതെന്നൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇമെയിലിനാണ് പോകുന്നത്, അപ്പോൾ അയച്ച ആളുടെ പേര് എന്തായാലും അവർക്ക് പെട്ടെന്ന് കാണാൻ പറ്റും റെസിപ്പിയൻറ്റിന്. പിന്നെയോ സാല്യൂട്ടേഷൻ കൊടുക്കുക. ഡിയർ സർ, അല്ലെങ്കിൽ ഡിയർ കണ്ണ, വാവേ, ചക്കരെ, എന്തൊക്കെയാണോ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ വിളിക്കുന്ന പേരുകൾ അതൊക്കെ ആഡ് ചെയ്യാം. ഒഫീഷ്യൽ ആണെങ്കിൽ ഡിയർ സർ, ഡിയർ മാഡം എന്ന് കൊടുക്കാം. ഇനി പേഴ്സണൽ ആണെങ്കിൽ ഡിയർ കുട്ടാന്നോ അപ്പൂന്നോ അവൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ സാല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത്, നിങ്ങൾ ഇമെയിൽ അയക്കുന്നത് വെറുതെ ആയിരിക്കില്ലല്ലോ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മെയിൻ ബോഡി പാർട്ടിൽ എഴുതാവുന്നതാണ്. നല്ല കറക്റ്റായിട്ട് എഴുതേണ്ട സാധനം അടിപൊളിയായിട്ട് എഴുതുക. അതിനുശേഷം ഒരു കൺക്ലൂഷൻ കൊടുക്കുക. നമ്മൾ കത്തൊക്കെ അവസാനിക്കുമ്പോൾ എഴുതില്ലേ, അവിടെ സുഖമാണെന്ന് കരുതുന്നു, ഇവിടെ സുഖമാണെന്ന് കരുതുന്നു, എന്നാൽ പിന്നീട് അയക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ, കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ. ആ സാധനങ്ങളും കൂടെ കൺക്ലൂഷൻ എഴുതിയിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ വിലാസവും അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറോ നിങ്ങളുടെ കോൺടാക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്ത് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിടിലൻ ഇമെയിൽ തയ്യാറായി കഴിഞ്ഞു. ഓൾറൈറ്റ്, അപ്പം ഇതാണ് ഇമെയിൽ എഴുതേണ്ടതിൻ്റെ കൃത്യമായ ടെംപ്ലേറ്റ്. ഇത് പഠിച്ചു വെക്കുക, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം തരാം. ചോദ്യത്തിന് മുമ്പ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ജനറൽ ഗൈഡ് ലൈൻസും കൂടെ പാലിക്കണം. എന്തൊക്കെയാണ് ഈ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ? 1, ബി ക്ലിയർ ആൻഡ് കൺസൈസ്. പറയാനുള്ള കാര്യങ്ങൾ വളരെ ക്രിസ്പായിട്ട്, വാരി വലിച്ച കുറേ കഥയൊന്നും എഴുതണ്ട. എന്താണോ പറയാനുള്ളത് അത് വളരെ ഷോർട്ടാക്കി കൺസൈസ് ആൻഡ് ക്ലിയർ ലാംഗ്വേജിൽ എഴുതുക. യൂസ് പൊളൈറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്, വളരെ മാന്യമായിട്ടുള്ളതും ആവശ്യമുള്ള പദങ്ങൾ മാത്രം ഉപയോഗിക്കാം. യൂസ് പാരഗ്രാഫ്സ് പ്രോപ്പർലി, കൃത്യമായിട്ട് പാരഗ്രാഫാക്കി അടുക്കും ചിട്ടയോടും കൂടി എഴുതുക. സ്റ്റേ റെലവൻറ്റ് ടു ദ ടോപ്പിക് ഓർ ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. എന്താണോ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം അതിന് മാത്രം എഴുതുക. അനാവശ്യമായിട്ടുള്ള അൺനെസസറി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു ചോദ്യം തരാം. Write an email to the municipal authorities requesting help to remove a road engine from the Gymkhana ground. ജിംഖാന ഗ്രൗണ്ടിൽ നിന്നും ആ റോഡ് എൻജിൻ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളോട് മുനിസിപ്പൽ അതോറിറ്റിക്ക് കത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുക. അപ്പം നമ്മൾ നറേറ്റർ ആയിക്കൊണ്ട് വേണം നമ്മൾ ആ ഇമെയിൽ തയ്യാറാക്കി അയക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഫോർമാറ്റൊക്കെ ഓർമ്മയുണ്ടല്ലോ. കള്ളി വരയ്ക്കുക, അകത്തുനിന്ന് എഴുതുക. യെസ്, നോക്കാം. യെസ്, കള്ളി വരച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് ചെറിയ വ്യത്യാസം കിടക്കുന്നത്. ഓൾറൈറ്റ്, റേഷ്യോൻ്റെ ചെറിയ വ്യത്യാസം കൊണ്ടാണ്. പക്ഷേ ഇതിന് ചുറ്റുമായിട്ടൊരു കറുപ്പ് ബോക്സ് ഉണ്ട്. 2, ആർക്കാണോ അയക്കുന്നത് അവരുടെ അടുത്ത് കൊടുത്തു. എന്താ നമ്മൾ തൽക്കാലം കൊടുക്കുകയാണ് xyz@gmail.com. എളുപ്പത്തിന് ഒരു XYZ കിടക്കട്ടെ. സബ്ജക്റ്റ് റിക്വസ്റ്റ് ഫോർ ഹെൽപ്പ് ഇൻ റിമൂവിങ് ദ റോഡ് എൻജിൻ. അപ്പം ഇമെയിൽ കിട്ടിയ ആൾക്ക് ആദ്യം തന്നെ വായിക്കാൻ സാധിക്കും എന്തിനെക്കുറിച്ചായിരിക്കും. ഹെൽപ്പ് ഇൻ റിമൂവിങ് ദ റോഡ് എൻജിൻ എടുത്തു മാറ്റുന്നതിനെ സംബന്ധിച്ചാണ്. എന്നിട്ടോ ഡിയർ സർ ഓർ മാഡം, ബഹുമാനപ്പെട്ട സാറേ അല്ലെങ്കിൽ മാഡം, I respectfully inform you that I am the owner of a road engine that is currently lying at the Gymkhana grounds.
നേരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. ആരാണ്? ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി നിങ്ങളെ അറിയിക്കുന്നു, റോഡ് എഞ്ചിൻ്റെ ഓണറാണ് ഞാൻ. എൻ്റെ റോഡ് എഞ്ചിൻ ഇപ്പം ജിംഖാന ഗ്രൗണ്ടിൽ കിടക്കുകയാണ്. ഡ്യൂ ടു മൈ പുവർ ഫിനാൻഷ്യൽ കണ്ടീഷൻ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഐ ആം അൺഏബിൾ ടു മൂവ് ഇറ്റ്. അത് അവിടെ നിന്ന് മാറ്റാൻ എനിക്ക് പറ്റില്ല. ഐ ട്രൈഡ് മൈ ബെസ്റ്റ്, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മികച്ചത് ശ്രമിച്ചു. ബട്ട് ഫെയിൽ ടു അറേഞ്ച് പ്രോപ്പർ ട്രാൻസ്പോർട്ട് ആൻഡ് ഡ്രൈവേഴ്സ്. അത് അവിടെ നിന്ന് മാറ്റാൻ പറ്റിയ ഗതാഗതം എനിക്ക് സാധ്യമാക്കാൻ പറ്റിയില്ല. നല്ല ഡ്രൈവർമാരുടെ സഹായവും എനിക്ക് കിട്ടിയില്ല. ഐ കൈൻഡ്ലി റിക്വസ്റ്റ്, ഞാൻ വളരെ വിനയത്തോടു കൂടി ആവശ്യപ്പെടുന്നു, ദ മുനിസിപ്പൽ അതോറിറ്റീസിനോട് ടു പ്ലീസ് ഹെൽപ്പ് മീ ഇൻ റിമൂവിങ് ദ എൻജിൻ. ഈ എൻജിൻ ഇവിടുന്ന് മാറ്റാൻ വേണ്ടി എന്നെ ഒന്ന് സഹായിക്കുക. ഓർ അലോ മീ സം മോർ ടൈം, അല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം എനിക്ക് അനുവദിച്ച് തരണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഐ ഷാൽ ബി വെരി താങ്ക്ഫുൾ ടു യു ഫോർ യുവർ കൈൻഡ് സപ്പോർട്ട്. നിങ്ങളുടെ സഹായത്തിന് ഞാൻ മുൻകൂട്ടി നന്ദി അറിയിക്കുന്നു. കണ്ടോ, വളരെ കൺസൈസായിട്ടും ക്രിസ്പായിട്ടും ക്ലിയർ ആയിട്ടും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വായിച്ച് കഴിയുമ്പോൾ തന്നെ ടീച്ചർക്കും അതുപോലെ ഈ ഇമെയിൽ കിട്ടിയ ആൾക്കും കാര്യം മൊത്തം മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്താണ്, അവസാനം ക്ലോസ് ചെയ്യാണ്. താങ്കിങ് യു യുവർ സിൻസിയർലി, നെയിം, അഡ്രസ്സ്, കോൺടാക്ട് നമ്പർ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വയ്ക്കാം. ഓൾറൈറ്റ്, ഇത്ര മാത്രം ചെയ്ത് കഴിഞ്ഞാൽ മതി മക്കളെ മുഴുവൻ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു അടിപൊളി ഇമെയിൽ എഴുതാൻ എൻ്റെ മക്കൾ പഠിച്ചു. കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം കൂടെ ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. റൈറ്റ് എൻ ഇമെയിൽ ടു മലാല യൂസഫ്സായി എക്സ്പ്രസിങ് യുവർ അഡ്മിറേഷൻ, നിങ്ങളുടെ സ്നേഹം, ഫോർ ഹെർ കറേജ്, അവരുടെ ധൈര്യത്തിന്, ആൻഡ് താങ്കിങ് ഹെർ, നന്ദി അറിയിക്കുന്നു, ഫോർ ഇൻസ്പയറിംഗ് പീപ്പിൾ, ആളുകളെ പ്രചോദിപ്പിച്ചതിന്, അറൗണ്ട് ദ വേൾഡ്, ലോകം മൊത്തമുള്ള, ത്രൂ ഹെർ ഫൈറ്റ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവൾ നടത്തിയിട്ടുള്ള ഒരു പോരാട്ടം. ഓക്കെ, അപ്പം ഇതും ഇതേ ഫോർമാറ്റ് നമ്മൾ പാലിക്കുക, എന്നിട്ട് എഴുതുക. അതും എൻ്റെ മക്കൾക്ക് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 2 കൊടുത്തു, റെസിപ്പിയൻറ്റിൻ്റെ ഇമെയിൽ ID, പിന്നെ സബ്ജക്റ്റും കൊടുത്തു. നോക്കിക്കോ, ഹാർട്ട് ഫെൽ വിഷസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, എൻ്റെ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. ഡിയർ മലാല, ഉണ്ട് അവിടെ നമ്മൾ പേര് തന്നെ കൊടുത്തു. ഡിയർ മലാല, ഐ ഹോപ്പ് ദിസ് ഇമെയിൽ ഫൈൻഡ്സ് യു ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് ഹൈ സ്പിരിറ്റ്സ്. നിങ്ങൾക്ക് ആരോഗ്യം അതുപോലെ തന്നെ നല്ല സ്പിരിറ്റും ഒക്കെ ആയിട്ട് നല്ല എനർജിയോടുകൂടി നിൽക്കുന്നു എന്ന് കരുതുന്നു. ഐ എം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ ഹാർട്ട് ഫെൽറ്റ് അഡ്മിറേഷൻ, നിങ്ങളോടുള്ള ആരാധന അറിയിക്കാൻ വേണ്ടിയാണ് എഴുതുന്നത്. ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി അറിയിക്കുന്നു. ഫോർ യുവർ കറേജ്, നിങ്ങളുടെ ധൈര്യത്തിനും, ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയത്തിനും, ആൻഡ് റെലൻലെസ് ഫൈറ്റ്, നിതാന്ത പരിശ്രമങ്ങൾക്കും, ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, അറൗണ്ട് ദ വേൾഡ്, ലോകമെമ്പാടുമുള്ള. യുവർ സ്റ്റോറി, നിങ്ങളുടെ കഥ, ദ ഡേ മൈ വേൾഡ് ചേഞ്ച്, നമുക്ക് പഠിക്കാനുണ്ടല്ലേ, ആ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടാണ്. ഹാസ് ഇൻസ്പയർഡ് മില്യൺസ് ഓഫ് പീപ്പിൾ, ലോകം മുഴുവനുള്ള ആളുകളെ എല്ലാം പ്രചോദിപ്പിച്ചിരിക്കുകയാണ്. ഇൻക്ലൂഡിങ് മീ, എന്നെ അടക്കം. ടു വാല്യൂ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ വിലയെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു. ആൻഡ് സ്റ്റാൻഡ് ഫോർ വാട്ട്സ് റൈറ്റ്, എന്താണ് ശരി എന്നതിനെക്കുറിച്ചും ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. യുവർ ബ്രേവറി, താങ്കളുടെ ധൈര്യം, ഇൻ ദ ഫേസ് ഓഫ് ഡേഞ്ചർ, അപകടത്തിലും. യുവർ ഡെഡിക്കേഷൻ ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തോടുള്ള താങ്കളുടെ ആ കടപ്പാടും. ആൻഡ് യുവർ ഒപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസവും, ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ, മികച്ച ഭാവിക്ക് വേണ്ടി, ആർ ട്രൂലി ഇൻസ്പയറിങ്, വളരെ പ്രചോദിപ്പിക്കുന്നു. ഐ വിഷ് യു കണ്ടിന്യൂഡ് സക്സസ് ഇൻ യുവർ മിഷൻ, നിങ്ങളുടെ ഈ യാത്രയിൽ, ഈ ഒരു മോട്ടീവായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇനിയും വിജയങ്ങളുണ്ടാവട്ടെ. ടു എൻഷുവർ, ഉറപ്പുവരുത്താൻ, ദാറ്റ് എവറി ചൈൽഡ്, എല്ലാ കുട്ടികളും ഹാസ് ആക്സസ് ടു എഡ്യൂക്കേഷൻ, എല്ലാവർക്കും വിദ്യാഭ്യാസം സാധ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, മേ യുവർ എഫേർട്സ് കണ്ടിന്യൂ ടു ബ്രിങ് ഹോപ്പ്, പ്രതീക്ഷകൾ കൊണ്ടുവരട്ടെ. കറേജ്, ധൈര്യം കൊണ്ടുവരട്ടെ. ആൻഡ് പോസിറ്റീവ്, ശുഭം ആയിട്ടുള്ളെല്ലാം പരിഹസിക്കട്ടെ. ചേഞ്ച് ദ വേൾഡ്, ഈ ലോകത്തെ നന്നായി മാറ്റട്ടെ. വിത്ത് വാം റിഗാർഡ്സ്, യുവർ നെയിം, യുവർ കൺട്രി ഓർ സിറ്റി. നിങ്ങൾക്ക് അതും കൂടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഒരു ഇമെയിൽ തയ്യാറാക്കാം. അപ്പോൾ ഒരു ഇരിപ്പിന് നമ്മൾ 2 ഇമെയിലുകൾ പഠിച്ചു, കൃത്യമായ ടെംപ്ലേറ്റും ഫോർമാറ്റും പഠിച്ചു. മക്കൾ ചെയ്യേണ്ടത് എന്താ, ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഒന്ന് മുൻകൂട്ടി തയ്യാറെടുക്കുക. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് ഇമെയിൽ എങ്ങനെ ഉണ്ടാക്കണം നമ്മൾ പഠിച്ചു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളെ സ്വന്തം സാറ് ഇനിയും വരുന്നതാണ്. അതുവരെ നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ.